ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായി എന്നെ കണ്ടോക്കി. എന്തായാലും നിങ്ങൾ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒന്നൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ടൊരു കോഫി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മളെന്നൊരു റൂട്ടീനാണ് കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ റെഡിയാക്കുന്നത് വെള്ളപ്പവും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലക്കറി നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അപ്പം ചുട്ടെടുക്കാം. ഇന്ന് ഒരു മൺഡേ റൂട്ടീനാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് സ്കൂളും കാര്യങ്ങളൊന്നുമില്ല, നമുക്കിന്ന് ലഞ്ചൊന്നും വേണ്ട കേട്ടോ. ഒന്ന് കല്യാണമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടലക്കറി വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. കറിവേപ്പിലൊക്കെ മുറ്റത്ത് ഇറങ്ങി പോയിട്ട് എടുക്കണം, അതുകൊണ്ട് മടിയായിട്ട് പിന്നെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. സിമ്പിൾ ലൈറ്റായിട്ടുള്ളൊരു കടലക്കറിയും കൂടി നമ്മളിതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബിസ്മില്ലയോ? അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ കോഴികൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തിട്ടില്ല. ഓരെ ഒന്ന് തുടർന്ന് വിടണം കേട്ടോ, ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരെ ഒന്ന് തുറന്നിടാം. പിന്നെ നമ്മളെ മുറ്റത്തൊക്കെ നന്നായിട്ട് നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലേനിയല്ലോ, നല്ലോണം പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. ഇന്നിപ്പോൾ ലഞ്ചും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ കോഴിക്കളെയൊക്കെ ഒന്ന് തുറന്ന് വിട്ട് ഒന്ന് സെറ്റാക്കി ഓൽക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കിച്ചണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കോവക്ക ഇതുപോലെ പന്തലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടായപ്പോൾ നല്ല തണുപ്പ് കിട്ടിയിട്ട് ഇവിടെ അങ്ങനെ പന്തലും നല്ലോണം ഇതിൻ്റെ ലീഫൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്താറെ പിന്നെ ഇതിൻ്റെ വള്ളിയൊക്കെ ഒന്ന് കേടായി പോയിട്ടുണ്ട് കേട്ടോ, ചീത്തയായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് റീപ്ലാന്റ് ചെയ്യാമെന്ന് എഴുതിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഉഷാറായി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പന്തലുമൊക്കെ തന്നെ കയറ്റാമെന്ന് എഴുതിയിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുറ്റത്തെ പുല്ലൊക്കെ പറിച്ച് മുറ്റം ഒരുവിധമൊക്കെ നമ്മൾ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ നമ്മളെ റൂമിലേക്കൊക്കെ അടിച്ചു വരാനായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മാറാലും കച്ചറയും പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ വീട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിക്കലും തുടക്കലും നമ്മളെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ ഫ്രണ്ടിലെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ റോസ് പ്ലാന്റിന്മേൽ അടിപൊളിയായിട്ടുള്ള റോസ് പൂക്കൾ എമ്പാടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ നമ്മളെ ഫേവറേറ്റ് ആണ് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് സെൻട്രാളിൽ ഇങ്ങനെ ഒരു പോട്ടിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈവനിങ് വരെ ഒരു ഫ്രഷ്നെസ്സിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇടയ്ക്കൊന്നിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ മെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. ഇങ്ങനെ ഈ ഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കധികം ചെടികളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ റോസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പല കളർ റോസും എൻ്റെ അടുത്തുണ്ട്. വൈറ്റ്, ഒരു ലൈറ്റ് റോസ്, പിന്നെ ഈ ഒരു നല്ല പിങ്ക് കളറിലെ റോസാണ് കേട്ടോ. ഇത് മൂന്നും എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു യെല്ലോ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്, അത് കേടായി പോയിട്ടുണ്ട് കേട്ടോ, അതിപ്പോൾ ഇല്ല. അപ്പോൾ നമ്മളിതുപോലെ സെൻട്രാളിൽ നമ്മളെ എന്താ പറയുക ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിച്ച് ഫ്രഷായി വന്ന് കുറച്ച് പൂക്കളെല്ലാം പറിച്ചതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ. അപ്പോൾ ഞാൻ മുമ്പ് എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാനിതുപോലെ വെച്ചപ്പോൾ ഒരു കമൻറ്റ് വായിച്ചിട്ടുണ്ടായിന്. ഒന്നല്ല ഒന്ന് രണ്ട് കമൻറ്റ് നമ്മൾ വായിച്ചിട്ടുണ്ടായിന്. ഞാനിപ്പോൾ ഇതുപോലെ വെക്കലുണ്ട്, എൻ്റെ വീട്ടിലും
റോസ് പൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനും ഒന്ന് ഹാപ്പി ആയി പോയിട്ടോ. ഞാൻ ചെയ്തതുപോലെ മറ്റൊരാൾ ചെയ്യുമ്പോൾ എൻ്റേത് കണ്ട് ചെയ്യുമ്പോൾ നമുക്ക് രസമല്ല അതൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ നമ്മളെ നൈബേഴ്സിനൊന്നും നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് ചോക്ലേറ്റും ഈത്തപ്പഴമൊക്കെ കൊടുക്കാൻ എഴുതിട്ടോ. അത് നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നതിനി. അപ്പോൾ നമ്മൾ അയൽവാസികൾക്കൊക്കെ ഒന്ന് കൊടുക്കുമ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ കുറച്ചാണെങ്കിലും എല്ലാവരും കഴിക്കുമ്പോൾ അതൊരു മനസ്സിന് നമുക്കും തന്നെ ഒരു സമാധാനമുള്ള കാര്യമല്ലേ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാവർക്കും ഉള്ളത് ഒരു പാക്കാക്കാന്ന് എഴുതിയിട്ട് ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാവർക്കും ഉള്ളത് ഇങ്ങനെ വെക്കണം കേട്ടോ. കുറേശ്ശെ ആണെങ്കിലും നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്കും ഓർക്കും അതൊരു സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് നമ്മളെ അയൽവാസികളൊക്കെ ഞാനത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ സംസം കുടിക്കാനായിട്ട് വന്നിട്ടുണ്ടായി കേട്ടോ. മാഷാ അല്ലാഹ് നമ്മളിതൊക്കെ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയതിൽ അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളും ഇതുപോലെ ഇങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ 2-3 കുക്കുവിൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. കുക്കുവിൻ്റെ ഫ്രണ്ട്സ് മാത്രമല്ല നമ്മളെ അയൽവാസികളൊക്കെ നമ്മൾ ചോക്ലേറ്റും ഈത്തപ്പഴം കൊടുത്തപ്പം നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിന് സംസം കൂടി വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എനിക്കും തന്നെ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ അതൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചാണെങ്കിലും. അപ്പോൾ ഞാനിത് എല്ലാവർക്കും ഗ്ലാസ്സിലൊഴിച്ചിങ്ങനെ കുറേശ്ശെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓർക്കും തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് വന്നവരും. അപ്പം വലിയ ആൾക്കാരൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒരു കണ്ടാൽ ചിലപ്പോൾ അത് ഇഷ്ടമാവില്ലല്ലോ. അപ്പോൾ ആ ഇല്ല കളിയും ചെറിയും കളയാണ്ടായിരുന്നിട്ട് ഞാൻ ആ പണിക്ക് നിന്നിട്ടില്ല കേട്ടോ. ഞാൻ കുക്കുവിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്കുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അതുപോലെ കുടിക്കണം കാണാൻ നല്ലൊരു സമാധാനമല്ലേ. കുട്ടികളൊക്കെ ഇങ്ങനെ സംസൊക്കെ കുടിച്ച് ഒന്ന് എന്താ പറയുക അറിയില്ല, എന്തായാലും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുത്ത് മാഷാ അല്ലാഹ് അതിയായ ആഗ്രഹവും പിന്നെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നതും ഞാൻ കേട്ടതും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. പിന്നെ നമ്മളൊരു ഒരു 12 മണിയായപ്പോൾ നമുക്കിന്ന് ഞാൻ പറഞ്ഞില്ലേ കല്യാണമുണ്ട്. റിയാസ് ഖാൻ്റെ ഫാമിലിയിൽ കസിൻ്റെ മോളെ കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇയാളെ നിങ്ങൾക്കറിയാലോ, എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളെ കസിനാണ് കേട്ടോ, നമ്മളെ ഫാമിലിയാണ് ഖാൻ്റെ. അപ്പം നമ്മൾ കല്യാണത്തിനൊക്കെ കൂടി ഹനാൻ്റെ കൂടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ കുറേ ആയിട്ടപ്പോൾ കണ്ടിട്ട്. നമ്മളിതുപോലെ കല്യാണമൊക്കെ ഉണ്ടെങ്കിലേ കാണാറുള്ളൂ. പിന്നെ ആൾ ബിസിയാണല്ലോ, അതുകൊണ്ടായിരിക്കും നമ്മൾ കാണലൊന്നുമില്ല അങ്ങനെയൊന്നും കേട്ടോ. പിന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മാഷാ അല്ലാഹ് അടിപൊളിയാണ് കേട്ടോ. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ കുഞ്ഞുവിൻ്റെ ഫേവറേറ്റ് ആണ്ടത് ഇങ്ങനെ ഇവിടെ കുറേ നേരമായി ആൾ നിൽക്കണ്. എന്തായാലും ഞാൻ ചെന്നപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോന്നിട്ടുണ്ട് കേട്ടോ, വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നാട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫാണെന്ന് കരുതി ആരും കാണാതിരിക്കരുത്. നമുക്ക് നമ്മളെ നാടല്ലേ ഉണ്ടാവുള്ളൂ, അതാരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ മുഴുവനായി കണ്ടു നോക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.